ഇന്തോ പസഫിക് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ അല്ലെങ്കിൽ LAC എന്നിവിടങ്ങളിൽ ചൈന വിപുലീകരണം നടത്താൻ ശ്രമിക്കുന്നിടത്തെല്ലാം ഇന്ത്യ തങ്ങളുടെ സുരക്ഷാ ശൃംഖല വിപുലീകരിക്കുകയാണ്. ഗ്രേറ്റ് കോക്കോ ദ്വീപിൽ ചൈനയുടെ രഹസ്യാന്വേഷണ സൗകര്യം ഒരുങ്ങുന്നതായി നിലവിൽ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇത് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നും കഷ്ടിച്ച് 50 കിലോമീറ്റർ മാത്രം അകലെയാണ് എന്നതിനാൽ ഇന്ത്യയും ചൈനയും മുഖാമുഖം വരുന്ന മറ്റൊരു സ്ഥലമാക്കി കോക്കോ ദ്വീപിനെ മാറ്റുന്നു. വർഷങ്ങളായി ചൈന ഇന്ത്യയെ ചുറ്റി ഭീഷണിയുടെ ഒരു വലയം തീർക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇന്നത്തെ ഇന്ത്യ 1962 ചൈന നേരിട്ട ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് നിലവിലെ പല അനുഭവങ്ങളും ചൈനയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകണം, അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തികൾ കയ്യേറാൻ ശ്രമിച്ച് നാണം കെടരുതേ എന്ന് ഇന്ത്യൻ നേവി ചീഫ് അഡ്മിറൽ ഹരികുമാർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ചൈനയുടെ ഭീഷണി വലയം കീറി മുറിക്കാൻ ഇന്ത്യ എങ്ങനെ തയ്യാറെടുക്കുന്നുവെന്നും അതിനായി തയ്യാറാക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് വിശദമായി നോക്കാം. ലഡാക്കിലെ ഗാൽവാൻ താഴ്വര മുതൽ അരുണാചൽ പ്രദേശിലെ തവാങ്, ഭൂട്ടാനിലെ ഡോക്ലാം എന്നിവിടങ്ങളിൽ വരെ ഇന്ത്യയുമായുള്ള എല്ലാ സംഘർഷങ്ങളിലും ചൈനയ്ക്ക് മുന്നേറ്റം നടത്താൻ കഴിയില്ലെന്ന് ചൈന തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ ചൈന ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ചില സൈനിക താവളങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ ശ്രമിച്ചു പോരുന്നു. അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം. ബംഗാൾ ഉൾക്കടലിലേക്ക് നേരിട്ട് പ്രവേശനം നൽകിക്കൊണ്ട് ചിറ്റഗോങ്ങിന് സമീപം ഒരു നാവിക സൗകര്യം അനുവദിക്കാൻ ചൈന ബംഗ്ലാദേശിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നിലവിലെ ചിറ്റഗോങ് തുറമുഖത്തേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും ചൈന തങ്ങളുടെ ശ്രമങ്ങൾ നിലവിലും തുടർന്നു പോരുന്നു. രണ്ടാമതായി മ്യാൻമാറിലെ ഗ്രേറ്റ് കോക്കോ ദ്വീപ്. മ്യാൻമാറിലെ കോക്കോ ദ്വീപുകളിൽ 1994 മുതൽ ചൈന സൈനിക താവളം ഒരുക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദ്വീപിലെ ചൈനയുടെ നിർമ്മാണങ്ങളുടെ ഭാഗമായ 2300 മീറ്റർ റൺവേയും റഡാർ സ്റ്റേഷനുകളും ഉൾപ്പെടുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നും 50 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് എന്നത് ഇന്ത്യക്ക് മികച്ച ഭീഷണി ഉയർത്തുന്നു. മൂന്നാമതായി മ്യാൻമാറിലെ ക്യാപ്ക്യൂ തുറമുഖം. ചൈനയ്ക്ക് ഇന്ത്യക്ക് തൊട്ടപ്പുറത്തുള്ള മ്യാൻമാറിലെ ക്യാപ്ക്യൂവിലെ ഒരു വാണിജ്യ സമുദ്ര കേന്ദ്രത്തിലേക്കും പ്രവേശനമുണ്ട്. ഇത് ചൈനയ്ക്കൊരു സൈനിക സൗകര്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഭീഷണി ഇരട്ടിയാക്കാൻ കഴിയും. നാലാമതായി ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം ചൈനയ്ക്ക് 99 വർഷത്തേക്ക് ലീസിന് ലഭിക്കുകയും ചൈന തങ്ങളുടെ കപ്പലായ യുവാൻവാങ് 5 ബർത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊരു ഗവേഷണ സർവേ കപ്പലാണെന്ന് ചൈന പറഞ്ഞിരുന്നുവെങ്കിലും വിദഗ്ധർ പറയുന്നത് ഇത് ഇന്ത്യയെ ചാരപ്പണി ചെയ്യാൻ തുറമുഖത്തെത്തിയതായിരുന്നു എന്നതായിരുന്നു. അഞ്ചാമതായി മാലിദ്വീപ്. അയൽ രാജ്യമായ മാലിദ്വീപിൽ നിയന്ത്രണം നേടുന്നതിനായി ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിപ്പോരുന്നു. മാലിദ്വീപ് ഇതിനോടകം തന്നെ ചൈനയ്ക്ക് $1.4 ബില്യൺ നൽകാനുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ അവസരം ചൈന മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൈനിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. എന്നാൽ നിലവിൽ ഇന്തോ പസഫിക് ഇന്ത്യൻ മഹാസമുദ്ര മേഖല അല്ലെങ്കിൽ LAC ആകട്ടെ ചൈന വിപുലീകരണം നടത്താൻ ശ്രമിക്കുന്നിടത്തെല്ലാം ഇന്ത്യ തങ്ങളുടെ സുരക്ഷാ ശൃംഖല നിലവിൽ വിപുലീകരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി S-400 എയർ ഡിഫൻസ് സിസ്റ്റം. ലഡാക്ക്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ചൈനയിൽ നിന്നുള്ള ഏത് വ്യോമാക്രമണവും തടയാൻ കഴിയുന്ന പഥാൻകോട്ടിനടുത്ത് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ആദ്യത്തെ S-400 സ്ക്വാഡ്രോൺ വിന്യസിച്ചു. ചൈനയെ നേരിടാൻ വടക്ക് കിഴക്കൻ ഭാഗത്തായി ഇന്ത്യയുടെ ചിക്കൻ നെക്കിൽ മറ്റൊരു S-400 സ്ക്വാഡ്രോണും ഇന്ത്യ നിലവിൽ വിന്യസിച്ചിട്ടുണ്ട്. രണ്ടാമതായി LACയിലെ എയർബേസുകൾ. യുദ്ധവിമാന പ്രവർത്തനങ്ങൾക്കായി കിഴക്കൻ ലഡാക്കിലെ ന്യോമ എയർഫീൽഡും ഇന്ത്യ നിലവിൽ നവീകരിക്കുന്നുണ്ട്. ഇതോടെ LACയിൽ നിന്നും 50 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയായാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. മൂന്നാമതായി LACയിലെ ഇന്ത്യൻ ആയുധങ്ങൾ. ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം നിലവിൽ ചൈനയ്ക്ക് നേരെ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇടത്തരം പീരങ്കി തോക്കുകൾ, ദീർഘദൂര റോക്കറ്റുകൾ, ഏകദേശം 75 അൾട്രാലൈറ്റ് ഹോവിസ്റ്റർ M777, K9 വജ്ര ട്രാക്ക്ഡ് സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്റർ, പിനാക്ക റോക്കറ്റ് സംവിധാനങ്ങൾ, ധനുഷ് തോക്ക് സംവിധാനങ്ങൾ എന്നിവയും സൈന്യം അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം LACയിൽ നിന്നും ഉയർന്ന മൂല്യമുള്ള ടാർഗറ്റുകളെ തകർക്കാൻ കഴിയുന്ന ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ, പരുക്കൻ ഭൂപ്രദേശ വാഹനങ്ങൾ, ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ എന്നിവ സ്വന്തമാക്കുന്നു. നാലാമതായി ഗരുഡ് കമാൻഡോകൾ. ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള LACയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് കമാൻഡോകളെ വിന്യസിച്ചിരിക്കുന്നു. അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ എലൈറ്റ് കമാൻഡോകളാണ് ഗരുഡ് കമാൻഡോകൾ.
ചൈനയ്ക്കെതിരെ സ്പെഷ്യലിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഇവരെയും ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു. അഞ്ചാമതായി സൈനിക വിന്യാസം. 7 പുതിയ അതിർത്തി ബറ്റാലിയനുകൾക്കായി 9400 പുതിയ സൈനികരെ ഇന്ത്യ നിലവിൽ അനുവദിച്ചിരിക്കുന്നു. അരുണാചൽ പ്രദേശിലെ 47 പുതിയ അതിർത്തി പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഈ സൈനികരെ ഉപയോഗിക്കാൻ കഴിയും. ആറാമതായി ഹെലിപാഡുകൾ. അരുണാചൽ പ്രദേശിലെ LACക്ക് സമീപമുള്ള മിക്കവാറും എല്ലാ ഫോർവേഡ് പോസ്റ്റുകളിലും ഓരോ വലിയ ഹെലിപാഡ് വീതം പുതിയതായി നിർമ്മിച്ചിരിക്കുന്നു. ഏഴാമതായി ഇന്ത്യയുടെ ട്രൈ സർവീസ് കമാൻഡ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന ട്രൈ സർവീസ് തിയേറ്റർ കമാൻഡാണ് ഇന്ത്യയുടെ മറ്റൊരു തുറുപ്പുചീട്ട്. ഇന്ത്യൻ നേവി, ആർമി, എയർഫോഴ്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ കമാൻഡ്. ചൈനയെ നേരിടാനുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ ആസ്തിയാണിത്. ചൈനയുടെ എണ്ണ വിതരണത്തിന്റെ 80% മലാക്ക കടലിടുക്കിലൂടെ കടന്നുപോകുന്നതിനാൽ ചൈനയുടെ പ്രവർത്തനത്തിന്റെ ഹൃദയമിടിപ്പായ മലാക്ക കടലിടുക്കിൽ നിന്നും ചൈനയെ നേരിട്ട് വെട്ടിമാറ്റാൻ ഈ കമാൻഡ് വഴി ഇന്ത്യക്ക് കഴിയും. എട്ടാമതായി ആസിയാൻ രാജ്യങ്ങളുമായുള്ള മികച്ച ബന്ധം. ചൈന മാലിദ്വീപിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇവിടെയും ചൈനയ്ക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ആസിയാൻ രാജ്യങ്ങളുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ചു. ഇതിൽ ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകാൻ ഇന്ത്യ കരാർ ഒപ്പിടുകയും വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകാനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു പോരുന്നു. ചൈനയുടെ വളരെ അടുത്തായി ഇന്ത്യൻ ആയുധങ്ങൾ വിന്യസിക്കാനുള്ള ഒരു മാർഗമായി ഈ ആയുധ ഇടപാടുകളെ ലോകം നോക്കിക്കാണുന്നു. ഈ തയ്യാറെടുപ്പുകൾ കൂടാതെ അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ആസിയാൻ രാജ്യങ്ങൾ എന്നിവരുമായും ഇന്ത്യ സൈനിക പങ്കാളിത്തവും നയതന്ത്ര ബന്ധവും സ്ഥാപിച്ചു. അതിനാൽ ദക്ഷിണേഷ്യൻ മേഖലയിൽ ചൈനയ്ക്ക് ഒരു യഥാർത്ഥ സഖ്യകക്ഷി മാത്രം അവശേഷിക്കുന്നു, അതായത് പാകിസ്ഥാൻ മാത്രം. ദക്ഷിണേഷ്യൻ മേഖലയിൽ ഒരു സംഘർഷമുണ്ടായാൽ ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഈ നീക്കങ്ങളിലൂടെ ഇന്ത്യ ചൈനയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു.